എൽഡിഎഫിൻ്റെ തെറ്റുകൾ ഓരോന്നായിട്ട് നമുക്ക് എണ്ണി തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ചെറിയ 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 പരിപാടികളിൽ നിന്നും തുടങ്ങാം, എന്നിട്ട് നമുക്ക് വലിയ വലിയ പരിപാടികളിലേക്ക് നീങ്ങാം. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ എല്ലാം അങ്ങോട്ടേക്കുണ്ട്. ഇവർ ഒരു 30-40% വോട്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് മാക്സിമം സമസ്തേനെ സൂചിപ്പിക്കുക. അതായത് ഈ കാന്താപുരം ഉസ്താദ്, അതേമാതിരി ഈ സുഡാപ്പികൾ, ഈ പറയുന്ന ഹമാസിന് സപ്പോർട്ട് നിൽക്കുന്ന ആൾക്കാരെ മാക്സിമം അവർ സൂചിപ്പിക്കുക. പലസ്തീൻ്റെ കാര്യത്തിലും ഈ പറയുന്ന എന്ന് പറയേണ്ടത് ഭയങ്കര, പലസ്തീനിലെ എന്ന് പറയേണ്ടത് കുട്ടികളുടെ കാര്യം, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വാരി വിതറുവാണ്. മനസ്സിലായില്ലേ? ഈ ഒരു ഇൻറ്റൻഷൻസും കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഭയങ്കര, അതായത് മീഡിയ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പലസ്തീൻ അല്ലെങ്കിൽ അനുകൂലിച്ച് പോസ്റ്റ് ഇടുന്ന ആൾക്കാർക്കെല്ലാം കോടിക്കണക്കിന് റുപ്യ ഫണ്ടിങ് കിട്ടും. അതായത് ഇവർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വിൻ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ റൺ ചെയ്യുന്നത് ഇസ്രയേലാണ് എന്നുള്ള ബോധം ഇവർക്കില്ല. ഫസ്റ്റ് കേസ് ഫണ്ടിങ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യും. അതുകൊണ്ട് ഫോർ എക്സാമ്പിൾ ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് സെയിം ഫണ്ടിങ് കിട്ടാണ്ട് ചെയ്യുന്നതിലും ഫണ്ടിങ് കിട്ടിയിട്ട് ചെയ്യുന്നതിലും രണ്ടുണ്ട്. പൈസക്കാർത്തിയുള്ളവർ എന്ത് വേണമെങ്കിൽ, എന്ത് ചെറ്റത്തരം വേണമെങ്കിലും ചെയ്യും. മനസ്സിലായില്ല? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ ആ പൈസ കിട്ടിയത് ആരും പറയില്ല. ന്യൂട്രലി ഞാനിങ്ങനെ ഒരുപാട് എന്താ പറയേണ്ടത് ഇൻസിഡൻസ് കാണുന്നുണ്ട്. ഐ ആം ഗെറ്റിംഗ് ഫീൽ പെയിൻ എന്നുള്ള പറഞ്ഞിട്ട് കുറേ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദ റിയാലിറ്റി ഇതാരും മനസ്സിലാക്കില്ല. ഞാൻ ഇസ്രായേലിനെതിരാണ്, പലസ്തീനെതിരാണ്. രണ്ടും എൻ്റെ വിഷയമല്ല. ബട്ട് സ്റ്റിൽ എനിക്ക് പറയാനില്ല, ഞാൻ പറഞ്ഞുതരാം. ഇവരെ പരിപാടി എന്ന് പറഞ്ഞാൽ പിണറായിങ്ങനെ ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ സ്റ്റേജിൽ പിണറായി കുറേ സെലിബ്രിറ്റീസ് മറ്റേ സൗദികളിൽ ബാക്കിലിടുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഞാനൊരു സ്റ്റേജിൽ എന്ന് പറഞ്ഞിട്ട് വളരെ രസകരമായിട്ട് കാണുന്നത്. ഇതേ പിണറായിക്ക് പിന്നെ ബംഗ്ലാദേശിൽ മറ്റേ ഹിന്ദുസിനെ കൊന്നൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയും വേണ്ട. ഇവർക്ക് പലസ്തീൻ്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്നാൽ ഹിന്ദു വോട്ട് വേണം താനും. ഇതൊരു ഇരട്ടത്താപ്പല്ലേ?